ശബരിമല മേൽശാന്തി നിയമനത്തിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവിടെ മാനദണ്ഡങ്ങൾ മറികടന്നാണ് വ്യാജരേഖ ചമച്ചുകൊണ്ട് മേൽശാന്തിയായി എന്നതിന്റെ തെളിവുകൾ ഇന്നലെ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് മെഗാ ഇമ്പാക്റ്റുകൾ ഉണ്ടാവുകയാണ്. ശബരിമല മേൽശാന്തി നിയമനത്തിലെ ക്രമക്കേടിൽ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകും എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ശബരിമല മേൽശാന്തി ED പ്രസാദിന്റെ നിയമവിരുദ്ധ നിയമനത്തെക്കുറിച്ച് ഹൈക്കോടതിയെ അറിയിക്കും. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഈ നടപടി വരുന്നത്. ശബരിമലയുടെ വിശുദ്ധിയും പരിശുദ്ധിയും കാക്കാനുള്ള മുഖ്യ ബാധ്യത മേൽശാന്തിക്കാണ്. മണ്ഡല മകരവിളക്ക് കാലവും മാസപൂജകളും കഴിഞ്ഞ് തന്ത്രിയടക്കം മലയിറങ്ങുമ്പോഴും പുറപ്പെടാശാന്തിമാരായി മേൽശാന്തിമാർ സന്നിധാനത്തുണ്ടാകും. അത്രയ്ക്കും പവിത്രമായ കരങ്ങളിലേക്കാണ് ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എന്നാൽ നിലവിലെ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി ദേവസ്വം ബോർഡിന്റെ നിബന്ധന പ്രകാരമുള്ള യോഗ്യതയില്ലാതെയാണ് ശബരിമല മേൽശാന്തി ആയത്. ED പ്രസാദ് നമ്പൂതിരി മാനദണ്ഡമനുസരിച്ച് ശബരിമല മേൽശാന്തിയാകാൻ യോഗ്യനല്ല. ഇതിന്റെ രേഖകൾ ഉൾപ്പെടെയാണ് ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. 3 പൂജകളുള്ള ക്ഷേത്രങ്ങളിൽ 10 വർഷം തുടർച്ചയായി മേൽശാന്തിയാകണമെന്ന മാനദണ്ഡം കാറ്റിൽ പറത്തി. മേൽശാന്തിയാകാനുള്ള അപേക്ഷയിൽ ED പ്രസാദ് തെറ്റായ വിവരം നൽകിയതിന്റെ വിവരം ഉൾപ്പെടെയായിരുന്നു ന്യൂസ് 18 ഇന്നലെ ആ വാർത്ത നൽകിയത്. ആ വാർത്തയിലാണ് തുടർ നടപടികൾ എടുക്കാൻ അധികൃതർ നിർബന്ധിതമായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആദ്യം ഈ നടപടികളിലേക്ക് നയിച്ച ന്യൂസ് 18 പുറത്തുവിട്ട ഇന്നലത്തെ ആ വാർത്തയൊന്ന് കാണാം. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭിമുഖത്തിന് ശേഷം നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുക്കുന്നത്. മലയാള ബ്രാഹ്മണർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ യോഗ്യത. പൂജാതി കർമ്മങ്ങളിലെ അവഗാഹവും അനുഭവ പരിചയവും മാത്രമല്ല, അയ്യപ്പനെ സേവിക്കാനെത്തുന്ന വ്യക്തി യോഗി തുല്യനായിരിക്കണമെന്ന സങ്കല്പത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ചട്ടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ദിവസേന 3 പൂജകൾ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ 10 വർഷം തുടർച്ചയായി മേൽശാന്തിയാകണമെന്നാണ് പ്രധാന മാനദണ്ഡങ്ങളിലൊന്ന്. വ്യക്തി സമർപ്പിക്കുന്ന വിവരങ്ങൾ അതേപടി അംഗീകരിക്കുകയല്ല, ഇഴകീറി പരിശോധിച്ച് പോലീസും വിജിലൻസും നൽകുന്ന ശുപാർശയിലാണ് ഒടുവിൽ നിയമനം നടക്കുന്നത്. സർക്കാർ ജോലിയിലും മറ്റും ഇല്ലാത്ത യോഗ്യത അവകാശപ്പെട്ട് നിയമനം നേടിയെടുത്തത് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ശബരിമല മേൽശാന്തി നിയമനത്തിലും ഇത്തരം തട്ടിപ്പ് നടക്കുമോ? നിലവിലെ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി ദേവസ്വം ബോർഡിന്റെ നിബന്ധന പ്രകാരമുള്ള യോഗ്യതയില്ലാതെയാണ് ശബരിമല മേൽശാന്തിയായത്. ശബരിമല മേൽശാന്തി നിയമനം പൂർണ്ണമായും ദൈവനിയോഗമെന്നാണ് വിശ്വാസം. അപേക്ഷകരിൽ നിന്നും അഭിമുഖം വഴി യോഗ്യത നേടുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് പുതിയ മേൽശാന്തിയെ നിയമിക്കുന്നത്. മാനുഷികമായ ഇടപെടലുകൾക്ക് ഇവിടെ സ്ഥാനമില്ലെന്നും അയ്യപ്പസ്വാമിയുടെ ഇഷ്ടം ഇതിൽ പ്രതിഫലിക്കുന്നുവെന്നുമാണ് ഭക്തർ വിശ്വസിക്കുന്നത്. എന്നാൽ ED പ്രസാദിന്റെ നിയമനത്തിൽ പല അട്ടിമറികളും നടന്നെന്നാണ് തെളിവുകൾ. ED പ്രസാദ് നമ്പൂതിരി മാനദണ്ഡമനുസരിച്ച് ശബരിമല മേൽശാന്തിയാകാൻ യോഗ്യനല്ല എന്നതിന്റെ രേഖകളാണിത്. 3 പൂജകളുള്ള ക്ഷേത്രങ്ങളിൽ 10 വർഷം തുടർച്ചയായി മേൽശാന്തിയാകണമെന്ന മാനദണ്ഡം കാറ്റിൽ പറത്തി. മേൽശാന്തിയാകാനുള്ള അപേക്ഷയിൽ ED പ്രസാദ് എഴുതി നൽകിയിരിക്കുന്നത് നോക്കുക. 15 വർഷക്കാലത്തെ വിവിധ ക്ഷേത്രങ്ങളിലെ മേൽശാന്തി പരിചയമാണ് വിവരിക്കുന്നത്. ഇതിൽ 2 കാലഘട്ടങ്ങളിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മേൽശാന്തിയായിട്ടുണ്ടെന്നാണ് ED പ്രസാദ് ദേവസ്വം ബോർഡിന് സമർപ്പിച്ച രേഖകളിലുള്ളത്. കൊച്ചി ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ 2 തവണ നൽകിയ അനുഭവ പരിചയ റിപ്പോർട്ടിലും ഇത് ശരിവെക്കുന്നു. ED പ്രസാദ് നമ്പൂതിരി മേൽശാന്തി നിയമനത്തിന് യോഗ്യനെന്ന് തോന്നാം. പക്ഷേ ഇനി ഈ രേഖ നോക്കുക. ED പ്രസാദ് നമ്പൂതിരി മേൽശാന്തിയായിരുന്നത് ചോറ്റാനിക്കര പ്രധാന ക്ഷേത്രത്തിലല്ല, കീഴ്ക്കാവിലാണ്. അതായത് ദിവസേന 2 പൂജകൾ മാത്രം നടക്കുന്ന ഉപദേവാലയത്തിൽ. ചോറ്റാനിക്കര ദേവസ്വം അധികൃതർ നൽകിയ വിവരാവകാശ മറുപടിയിൽ ഇത് വ്യക്തമാണ്. അതായത് 3 പൂജകളുള്ള ക്ഷേത്രത്തിൽ തുടർച്ചയായി 10 വർഷം മേൽശാന്തിയായിരിക്കണമെന്ന ശബരിമല മേൽശാന്തി നിയമനത്തിന് അപേക്ഷിക്കാനുള്ള പ്രാഥമിക യോഗ്യത അദ്ദേഹത്തിനില്ല. ചോറ്റാനിക്കരയിൽ പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് ഭഗവതി മേൽക്കാവ് ക്ഷേത്രവും 2 ഈ കാണുന്ന കീഴ്ക്കാവ് ക്ഷേത്രവും. ഈ കീഴ്ക്കാവ് ക്ഷേത്രത്തിലാണ് ED പ്രസാദ് നമ്പൂതിരി 2 തവണ മേൽശാന്തിയായിരുന്നിട്ടുള്ളത്. കീഴ്ക്കാവ് ക്ഷേത്രത്തിൽ ദിവസേന 2 പൂജകൾ മാത്രമാണുള്ളത്. പ്രസാദ് നമ്പൂതിരി അപേക്ഷയിൽ എഴുതി നൽകിയിരിക്കുന്നത് ചോറ്റാനിക്കര ക്ഷേത്രമെന്ന് മാത്രമാണ്.
കീഴ്ക്കാവെന്ന് ബോധപൂർവം സൂചിപ്പിച്ചിട്ടില്ല. എന്നാൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിയ പ്രവർത്തന പരിചയ സർട്ടിഫിക്കറ്റിൽ ഇത് മേൽക്കാവായി മാറുന്നു. അതായത് ചോറ്റാനിക്കര പ്രധാന ക്ഷേത്രത്തിൽ പ്രസാദ് നമ്പൂതിരി മേൽശാന്തിയായിരുന്നുവെന്ന് ദേവസ്വം ബോർഡ് അംഗീകരിച്ചു നൽകുന്നു. ചോറ്റാനിക്കര മേൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തിയായി പ്രസാദ് സേവനം ചെയ്തെന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് വ്യക്തം. അദ്ദേഹം ഇവിടുത്തെ കീഴ്ശാന്തി മാത്രമായിട്ടുള്ളൂ. നമ്മുടെ നമ്മുടെ ശിവൻ ശാസ്താവ് അങ്ങനെയുള്ളവിടെ മാത്രമായിട്ടുള്ളൂ. കീഴ്ക്കാവിലെ കീഴ്ക്കാവില് ശാസ്താവ് ശിവൻ, ഞാൻ പറഞ്ഞില്ല വേറെ 3 കീഴ്ശാന്തിമാർ കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ മേൽക്കാവിലെ കൂടാതെ. ഓക്കെ, അവിടെ മാത്രം അദ്ദേഹം ആയിട്ടുള്ള മേൽക്കാവിലായിട്ടില്ല. അത് കീഴ്ക്കാവിൽ അത് മേൽശാന്തി എന്നാണോ അറിയപ്പെടുന്നത്, അതോ കീഴ്ശാന്തി എന്നാണോ? കീഴ്ശാന്തി. അത് കീഴ്ശാന്തി ആവോളെ. കീഴ്ക്കാവ് ശാന്തിക്കാരാണ്. ഓ, പിന്നെ അപ്പൊ പക്ഷെ മേൽക്കാവിൽ അദ്ദേഹം മറ്റേ ഇതായിട്ട് വേറെ ഒരു പോസ്റ്റ് വരുന്നിട്ടില്ല അല്ലെ? ഇല്ല. 3 നേരം പൂജയില്ലാത്ത ചോറ്റാനിക്കര കീഴ്ക്കാവ് ക്ഷേത്രത്തിൽ 2015 മുതൽ 17 വരെയും 2019 മുതൽ 20 വരെയുള്ള കാലയളവിൽ സേവനം ചെയ്തത് ശബരിമല മേൽശാന്തിയാകാനുള്ള യോഗ്യതയായി കണക്കാക്കില്ല. കീഴ്ക്കാവ് ക്ഷേത്രത്തിലെ 2016-2019 സേവന കാലയളവ് മേൽക്കാവ് മേൽശാന്തി എന്ന് തിരുത്തി എഴുതിയാണ് അപേക്ഷയ്ക്കൊപ്പം സമർപ്പിച്ചത്. ഇനി ചോറ്റാനിക്കര മേൽക്കാവിൽ മേൽശാന്തി ആകണമെങ്കിൽ പോലും 45 വയസ്സ് പൂർത്തിയാക്കണമെന്നാണ് മാനദണ്ഡം. 2015 ED പ്രസാദ് ചോറ്റാനിക്കര മേൽക്കാവിൽ മേൽശാന്തിയായെന്ന വ്യാജരേഖ ഉണ്ടാക്കിയപ്പോൾ ആ പ്രായപരിധി അപേക്ഷകനും ഈ തിരിമറിക്ക് കൂട്ടുനിന്നവരും ഓർത്തില്ല എന്നതാണ് വസ്തുത. അതായത് 2015 ED പ്രസാദിന് 35 വയസ്സ് മാത്രമാണ് പ്രായം. ശബരിമല മേൽശാന്തി തെരഞ്ഞെടുപ്പിന് മുൻപ് പരിശോധന നടത്തിയവരും ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നവരും ഈ തിരിമറി തിരിച്ചറിയാതെ പോയതാണോ, അതോ ഉന്നത ഇടപെടൽ കാരണം കണ്ണടച്ചതാണോ? ഇതുകൊണ്ടും തീർന്നില്ല പ്രസാദിന്റെ കള്ളക്കളികൾ. 2022 മുതൽ ശബരിമല മേൽശാന്തിയാകുന്നതുവരെയും പ്രസാദ് സേവനം ചെയ്ത തൃശൂർ ആറേശ്വരം ക്ഷേത്രത്തിലെ പൂജകളെ കുറിച്ച് കൂടി അറിയണം. ആറേശ്വരം ക്ഷേത്രത്തിൽ 2 പൂജകളാണ്. രാവിലെ പൂജയും വൈകിട്ട് പൂജയാണ് ഉള്ളത്. സാധാരണ നടക്കുന്ന പൂജ മാത്രമാണുള്ളത്. ഒരു ജനകീയ അമ്പലമായതുകൊണ്ട് രാവിലെ 6 മണിക്ക് തൊട്ട് 10 മണി വരെയും വൈകിട്ട് 6 മണി തൊട്ട് 7 മണി വരെയുമാണ് പൂജ നടക്കാറുള്ളത്. നിവേദ്യം അമ്പലത്തിലെ നിവേദ്യം പൂജ നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നിവേദ്യം കൊടുത്തുകൊണ്ടിരിക്കും. അല്ലാതെ മറ്റു അമ്പലങ്ങളിൽ വലിയ അമ്പലങ്ങളിലും മാതിരിയുള്ള നിവേദ്യ പൂജകൾ അങ്ങനെ അല്ല നമ്മുടെ അമ്പലത്തിലുള്ളത്. 2 പൂജകൾ മാത്രമുള്ള ആറേശ്വരം ക്ഷേത്രത്തിൽ പ്രസാദ് സേവനം ചെയ്തത് ശബരിമല മേൽശാന്തിയാകാനുള്ള മാനദണ്ഡം പൂർണ്ണമായും ലംഘിക്കുന്നതാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. നിയമനത്തിന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും അട്ടിമറിച്ച് മേൽശാന്തി ചുമതലയിലെത്താൻ ED പ്രസാദിന് CPMന്റെ സഹായം ഉണ്ടായോ എന്നതാണ് പ്രധാന ചോദ്യം. അതിനാരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്? ദേവസ്വം അധികൃതരുടെ ഒത്താശ ഉണ്ടായിട്ടുണ്ടോ? പുറത്തു വരാനിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ടോം കുര്യാക്കോസ്, ന്യൂസ് 18. അപ്പോൾ നിബന്ധനകൾ അട്ടിമറിച്ച് വ്യാജരേഖകൾ ചമച്ച് നടന്ന ED പ്രസാദിന്റെ നിയമനത്തെക്കുറിച്ചുള്ള വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ ഈ വിഷയത്തിൽ പരിശോധന നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ മേൽശാന്തിയെ നിയമിച്ചത് കഴിഞ്ഞ ദേവസ്വം ബോർഡാണ്. അടുത്ത മേൽശാന്തിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സൂക്ഷ്മമായി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. തെറ്റായ രീതിയിലാണ് നിയമനമെങ്കിൽ നടപടിയെടുക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. കാലത്ത് ചെയ്തതല്ല, കഴിഞ്ഞ ബോർഡാണ് ചെയ്തിരിക്കുന്നത്. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. പുതിയ മേൽശാന്തി നിയമനത്തിനുള്ള നോട്ടിഫിക്കേഷനൊക്കെ ഇപ്പോൾ ആയി. ഏതായാലും ഇങ്ങനൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സ്ഥിതിക്ക് അത് പരിശോധിക്കുക മാത്രമല്ല, ഇനി നടത്താൻ പോകുന്ന മേൽശാന്തി നിയമനത്തിൽ കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാൻ ഈ വാർത്ത എനിക്കൊരു പ്രേരണയാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും അത് പരിശോധിച്ചല്ലേ പറ്റുള്ളൂ. കാരണം മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരും. ഈ വാർത്ത ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടാണ് കേൾക്കുന്നത്. അത് നോക്കാം. ഏതായാലും പുതിയ മേൽശാന്തി നിയമനത്തിലേക്കുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കുമ്പോൾ കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രം ചെയ്യാൻ ഈ വാർത്ത ഒരു പ്രേരണയായി, അത് ഭഗവാന്റെ ഇച്ഛയായിട്ടാണ് ഞാൻ കരുതുന്നത്.
അവിടെയായിരുന്നു ആദ്യ ഇടപെടൽ അല്ലെങ്കിൽ തിരുത്തുണ്ടാകുമെന്നതിന്റെ സൂചനകൾ. ഒപ്പം തന്നെ ഇ ഡി പ്രസാദിനെ മേൽശാന്തി നിയമനത്തിലെ ക്രമക്കേടിൽ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകാനുള്ള നീക്കവും കൂടിയുണ്ട്. നിയമവിരുദ്ധ നിയമനത്തെക്കുറിച്ച് ഹൈക്കോടതിയെ അറിയിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയെ അടിസ്ഥാനമാക്കി നിയമ നടപടിക്കായി കോടതിയെ സമീപിക്കുമെന്ന് പന്തളം രാജകുടുംബാംഗവും പറയുന്നു. രാജരാജവർമ്മയാണ് അക്കാര്യം സൂചിപ്പിച്ചത്. DGPക്ക് ഇതുമായി ബന്ധപ്പെട്ട് പന്തളം രാജകുടുംബാംഗം പരാതി നൽകിയിരിക്കുന്നു. അതീവ ഗൌരവതരമാണ് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയിലെ കാര്യങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പരാതി DGPയിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രിക്ക് ഇന്ന് രാവിലെ പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്ക് DGPക്ക് അഡ്രസ് ചെയ്തിട്ട് അതിന്റെ കോപ്പിയാണ് ദേവസ്വം മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ശബരിമല മേൽശാന്തിയുടെ കാര്യത്തെ പറ്റി ഡോക്യുമെന്റ്സ് മുഴുവൻ വെരിഫൈ ചെയ്യാതെ അത് നോക്കാൻ നമ്മൾ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞത് ശരിയല്ലല്ലോ. ഇല്ല, ഇതിനകത്ത് അത് ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സാധാരണ രീതിയിൽ സർക്കാർ ഇടപെടാറില്ല. ഇത് ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആയത് കാരണം ദേവസ്വം ബോർഡും തന്ത്രിയും കൂടാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്. തന്ത്രി ഇതിനകത്ത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഇൻവോൾവ് ആണ്, അല്ലെന്ന് പറയാൻ സാധ്യമല്ല. ഇത് പ്രാചീന കാലം മുതൽ തന്നെ ഇങ്ങനൊരു സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ 2006, 2007, 2010 കാലങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി വളരെ കാര്യമായിട്ടുള്ള പല പല സംശയങ്ങളും അപരാധങ്ങളെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ പുറത്ത് പണത്തിന്റെ ഇടപാടുകൾ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. കാരണം നമ്മുടെ കാര്യമായിട്ടുള്ള തെളിവുകളില്ല. ഇല്ലെങ്കിൽ തന്നെയും ഈ ഒരു സ്ഥാനത്തിലേക്ക് പിടിച്ചുപറ്റാൻ വേണ്ടി പല സ്വാധീനങ്ങളും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോ രാജകുടുംബാംഗം പറയുന്നതനുസരിച്ച് അവർക്ക് നേരത്തെ തന്നെ ഇത്തരം സംശയങ്ങളുണ്ടായിരുന്നു, നേരത്തെ തന്നെ പരാതികളുണ്ടായിരുന്നു. പക്ഷേ അത് പരാതിപ്പെടാൻ ആവശ്യമായ തെളിവില്ലായിരുന്നു എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അവിടെയാണ് ന്യൂസ് 18 പുറത്തുവിട്ട തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ പല വിധത്തിലുള്ള നീക്കങ്ങൾ, അധികൃതരുടെ ഇടപെടലുകളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. കോടതിയിൽ ഉൾപ്പെടെ കാര്യങ്ങൾ എത്തുമ്പോൾ കോടതിയുടെ ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമാണ്. അവിടെ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ഇന്നുണ്ടായി. ശബരിമല മേൽശാന്തി നിയമനത്തിന് പണം വാങ്ങുന്നതായുള്ള ഒരു വെളിപ്പെടുത്തലാണ് ന്യൂസ് 18ലൂടെ ഇന്ന് ഒരു ശാന്തി നടത്തിയിരിക്കുന്നത്. ശബരിമല മുൻ കീഴ്ശാന്തിയായിരുന്ന സുരേഷ് ആർ പോറ്റിയാണ് ഇക്കാര്യങ്ങൾ ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയത്. 5 ലക്ഷം രൂപ അഡ്വാൻസ് ഇതിനായി നൽകണം എന്നതാണ് അദ്ദേഹം പറയുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുതൽ മുഖ്യ പുരോഹിതർക്ക് വരെ പണം നൽകണം. തന്നോട് 5 ലക്ഷം രൂപ മുൻകൂറായി ആവശ്യപ്പെട്ടു. പണം കൊടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് തനിക്ക് നിയമനം കിട്ടിയില്ല എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇതിനകത്ത് മുഖ്യ പുരോഹിതർ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ വരെ ഇതിനകത്ത് ഭാഗവാക്കാണ്. കഴിഞ്ഞ വർഷവും എന്നോട് ഒരു മുഖ്യ പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് ഇത്ര കാശ് വേണം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം അത് കുറച്ച് പൈസ എന്നോട് മേടിച്ചിരുന്നു. എന്നിട്ട് ബോർഡ് ഭാരവാഹികളെ പ്രസിഡന്റിനെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ പ്രസിഡന്റിനെ പോയി കണ്ടു. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു ഇന്നാണ് എൻ്റെ നടപടിക്രമങ്ങളൊക്കെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എൻ്റെ വീട്ടിലെ സാഹചര്യം എല്ലാം കൂടെ നമുക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് പോകുന്നു. എത്ര രൂപ ആവശ്യപ്പെട്ടത് അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്? ഒരു മുഖ്യ പുരോഹിതനായിട്ടുള്ള ആൾ എന്നോട് ഒരു 3 ലക്ഷം രൂപ വരെ മേടിച്ചു. കഴിഞ്ഞ വർഷം മാത്രം? കഴിഞ്ഞ വർഷം മേടിച്ചു. അതിനുശേഷം ബോർഡ് ഭാരവാഹികളെ കാണാൻ പറഞ്ഞു, എന്നെ പറഞ്ഞു വിട്ടു. പക്ഷേ ഇത് രണ്ടും കൂടെ നമുക്ക് ഒട്ടും അവർ ചോദിക്കുന്ന 5 ലക്ഷം രൂപ വേറെ. ഇത് കൈക്കൂലി ആയിട്ടാണോ ചോദിക്കുന്നത്? ഫൈനൽ ലിസ്റ്റ് വരാനാണ് ചോദിക്കുന്നത്. ഇന്റർവ്യൂ വരെ എത്തിയായിരുന്നു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നറുക്കെടുപ്പ് ലിസ്റ്റിൽ വരണമെങ്കിൽ ഇത്ര ലക്ഷം രൂപ. അതിൽ നറുക്കെടുപ്പിൽ കിട്ടിയില്ലെങ്കിൽ 1 ലക്ഷം രൂപ എടുത്തിട്ട് ബാക്കി പൈസ നമുക്ക് തിരിച്ചു തരും. അങ്ങനെയാണ് ഇതിനകത്തെ ഡീലിങ്സ്. പിന്നെ ഇന്റർവ്യൂ ആണ് ഇതിനകത്ത്. മുഖ്യ പുരോഹിതൻ എന്ന് പറയുന്ന അങ്ങ് ഉദ്ദേശിക്കുന്നത് തന്ത്രിയാണ്? മുഖ്യ പുരോഹിതൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പേര് വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. അത് അന്വേഷണങ്ങൾ അതിന്റെ വഴിക്ക് വരുവാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഞാൻ പ്രതികരിക്കാം. ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ അങ്ങ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITക്ക് മൊഴി നൽകിയൊരു വ്യക്തി കൂടിയാണല്ലേ? SIT എന്നെ വിളിപ്പിച്ചിരുന്നു. ഞാൻ കുറേ കാര്യങ്ങൾ അതെന്തോ അന്നത്തെ ആ 2011-12 ആ കാലഘട്ടത്തിൽ കീഴ്ശാന്തിയായിട്ടിരുന്നതാണ്. അപ്പോൾ അന്നത്തെ അവിടുത്തെ കാര്യങ്ങളും അറിയാൻ വേണ്ടിയാണ്. വെച്ചാൽ അവിടെ എന്ന് പറഞ്ഞാൽ കീഴ്ശാന്തി എന്ന് പറഞ്ഞാൽ മേൽശാന്തിയേക്കാളും ഉത്തരവാദിത്തമാണ് കീഴ്ശാന്തിക്ക് എന്ന് പറഞ്ഞാൽ.
അപ്പോൾ ഈ തരത്തിലുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ആ വിഷയത്തിൽ ദേവസ്വം മന്ത്രി കൂടി പ്രതികരിച്ചു. മേൽശാന്തി നിയമന വിവാദത്തിൽ ദേവസ്വം മന്ത്രി പ്രതികരിക്കുന്നത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. നിയമനത്തിലെ ക്രമക്കേട് പുറത്തു കൊണ്ടുവന്ന ന്യൂസ് 18 വാർത്തയോടായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രതികരണം. ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങൾ പരിശോധിച്ച് വേണം പറയാൻ. ഞാനിങ്ങനെ ചാനൽ വാർത്തകൾ മാത്രമേ എനിക്കറിയുള്ളൂ. കാര്യങ്ങൾ പരിശോധിക്കാം. ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് തിരുത്തും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ വിശ്വാസപരമായ വിഷയമാണ്. എത്രയോ പവിത്രമായി കാണപ്പെടുന്ന ഒരു സ്ഥാനമാണ്. അവിടേക്ക് പോലും തട്ടിപ്പും വെട്ടിപ്പും ഒപ്പം തന്നെ പണപ്പിരിവും നടക്കുന്നു എന്നതിൻ്റെ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. വളരെ സുതാര്യമെന്ന് കരുതുന്ന പ്രക്രിയയിലാണ് ഇത്രയധികം തട്ടിപ്പ് നടന്നതിൻ്റെ വിവരങ്ങൾ തെളിവ് സഹിതം ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ചർച്ചകൾ നടക്കട്ടെ, നടപടികൾ ഉണ്ടാകട്ടെ, ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ഈ തട്ടിപ്പ് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധയും ഉണ്ടാകട്ടെ, ജാഗ്രതയും ഉണ്ടാകട്ടെ. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകാം. അതിനുശേഷം മറ്റു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.